പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ സമ്പൂർണ്ണ ജപമാലയുടെയൊക്കെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ ഇന്നലെ വൈകിട്ട് വിളിച്ച് പറയായിരുന്നു, അച്ഛൻ സമ്പൂർണ്ണ ജപമാലയൊക്കെ പറഞ്ഞ് നന്നായി അച്ഛൻ. കാരണം ഞാൻ കുറേ നാളുകളായിരിക്കും ഓരോ അവസരത്തിൽ കണ്ടിന്യൂസ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. പിന്നെ അതെല്ലാം വിട്ടുപോയി, പിന്നെ കുടുംബ പ്രാർത്ഥന മാത്രമായി. ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഒരു ശക്തമായൊരു അനോയിൻറ്റിങ് ജപമാല ചെല്ലാനായിട്ട് ഞാനങ്ങനെ ഒരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് അച്ഛാ എന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ ഷെയർ ചെയ്യണത് എന്തിനാണെങ്കിൽ ശരിക്കും നമ്മളങ്ങനെ ജപമാല ഭക്തിയിൽ നമ്മൾ വളരാനായിട്ടുള്ളൊരു അവസരം കൂടിയായിട്ട് നമ്മൾ ഇതിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ ഒരു ജപമാലയെക്കുറിച്ചിട്ടുള്ളൊരു വിചിന്തനമാണ്. യഥാർത്ഥ ക്രിസ്തീയ പരിപൂർണതയുടെ ഒരു വിദ്യാലയമാണ് ജപമാല പ്രാർത്ഥന. എന്താ പറയുന്നത്? യഥാർത്ഥ ക്രിസ്തീയ പരിപൂർണതയുടെ ഒരു വിദ്യാലയമാണ് ജപമാല പ്രാർത്ഥന. അതുകൊണ്ടല്ലേ നേരെ ചൊവ്വന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞങ്ങൾ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കുർബാനയിലൊന്നും ഒരു വലിയൊരു അനുഭവം കിട്ടുന്നില്ല. അപ്പോൾ സെമിനാരിലൊക്കെ പോണേക്കാൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നല്ല ഒരു അനുഭവക്കുറവൊക്കെ ഒരു ഉണർവില്ല. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ റെക്ടറായിരുന്ന പോൾ മാറൂഖീച്ചിൻ്റെ അടുത്ത് ഞങ്ങൾ 2-3 പേരുണ്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് ഒരു ഉണർവ് വരുന്നില്ല, ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, പിന്നെ ഒരു അഭിഷേകം ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എടുത്ത വഴിക്ക് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ കുർബാന പുസ്തകം ഉപയോഗിക്കണം കുറച്ചുകൂടി, പിന്നെ പ്രാർത്ഥനകളൊക്കെ ചെല്ലണം, അതൊക്കെ പറയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലണത്. പക്ഷെ അച്ഛൻ ഇതൊന്നുമല്ല പറഞ്ഞത്. അച്ഛൻ ഞങ്ങളോട് ചോദിച്ചത്, മക്കളെ നിങ്ങൾ ഹൃദയം കൊണ്ട് ജപമാല ചൊല്ലുന്നത് നിർത്തിയിട്ട് എത്ര കാലമായി എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ ജപമാല ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. അച്ഛൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾ ഹൃദയം കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നിർത്തിയിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞു, അത് കുറച്ച് കാലമായിട്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ നേരെ ഹൃദയം കൊണ്ടല്ല, ജപമാല ചെല്ലുന്നുണ്ട് ഹൃദയം കൊണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജപമാല ചൊല്ലിയ പോരാ, ഹൃദയം കൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി, ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ശൈലി നമ്മൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അമ്മ നമ്മുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.